ചേഞ്ചസ് ഓഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ശ്രീജയോട് വേദ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണല്ലോ. തുടർന്ന് രാവിലെ തന്നെ ഒരു ചായക്കടയിലേക്ക് പോകുന്ന വേദയാണ് കാണിക്കുന്നത്. വേദ ലാസറേട്ടനെ തിരക്കി ആയിരുന്നു ചായക്കടയിലേക്ക് ചെന്നത്. ലാസറേട്ടനെ കണ്ടതും വേദ രമ്യയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ലാസറേട്ടന് രമ്യയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞതും വേദ നേരെ ചെന്നത് ബാങ്കിലേക്കാണ്. ബാങ്കിൽ ചെന്നതും ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്ന് പറയാണ്. ആദ്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ബാങ്ക് മാനേജർ അയാൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ. രമ്യയുടെ പേര് രമ്യ എന്നല്ല, മറിച്ച് വിജയലക്ഷ്മി എന്നാണെന്നും 2 പ്രാവശ്യമായി കുറച്ച് അധികം പണം ഈ അക്കൗണ്ടിലേക്ക് വന്ന് പോയിട്ടുണ്ടെന്നും പറയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തുന്ന വേദയാണ്. വേദയെ കണ്ടതും നന്ദിനി ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. അതിന് വേദ നന്നായി കൊടുക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വക്കീലുമായി എത്തിയ രാധയാണ്. മുൻകൂർ ജാമ്യം എടുത്തിട്ടായിരുന്നു രാധയുടെ വരവ്. അങ്ങനെ വിക്രമിന് ജാമ്യം കിട്ടി. പിന്നീട് കാണിക്കുന്നത് മുൻകൂർ ജാമ്യം കിട്ടി വിക്രം ഇറങ്ങി എന്ന വിവരം അറിയുന്ന ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് ഇതറിഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട് വീട്ടുകാരോട്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തുന്ന വിക്രമിനെയാണ്. വിക്രമിനെ കണ്ടതും കമല സങ്കടം കൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മുൻകൂർ ജാമ്യം കിട്ടിയതാണെന്നും വേദയുടെ അച്ഛനും ഏട്ടനും ഒരുക്കിയ കെണിയാണ് ഇത് എന്നും പറയാണ്. എന്നിട്ട് വേദയെ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വേദയോട് ഈ നിമിഷം തന്നെ ഇവിടെ നിന്നും പോകണം എന്നും ഇനി മുതൽ ഇവിടെ നിൽക്കരുത് എന്നും പറയാണ്. ഇത് കേട്ടു വന്ന സുധാകരൻ പറയുന്നുണ്ട്, എന്നാൽ വേദയുടെ കൂടെ നീയും ഇവിടെ നിന്നും ഇറങ്ങണമെന്ന്. എന്നാൽ അവിടെ നിന്നും പോവില്ല എന്നും ഈ കേസ് ഞാൻ തെളിയിച്ചിട്ടേ പോവൂ എന്നും പറയാണ് വേദ. പിന്നീട് കാണിക്കുന്നത് രമ്യ വർക്ക് ചെയ്തിരുന്ന സ്ഥലം എന്ന് പറഞ്ഞ കമ്പനിയിൽ ചെന്ന് അവളെക്കുറിച്ച് അന്വേഷിക്കുന്ന വേദയാണ്. എന്നാൽ അങ്ങനെ ഒരാൾ 2 വർഷം മുന്നേ ഇവിടെ വർക്ക് ചെയ്തിരുന്നു എന്നും അവളുടെ പേര് രമ്യ എന്നല്ല എന്നും ക്യാഷ് മോഷ്ടിച്ചതിനാൽ പുറത്താക്കിയതാണെന്നും പറയാണ്. എന്നിട്ട് അവരോട് വേദ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.